CPM പാലക്കാട് ജില്ലാ നേതൃത്വത്തിനെതിരെ രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു നേരത്തെ CPM-ഉമായുള്ള എല്ലാ ബന്ധങ്ങളും ഉപേക്ഷിക്കുന്നുവെന്ന് അന്നത്തെ ഏരിയ കമ്മിറ്റി അംഗമായിരുന്ന അബ്ദുൾ ഷുക്കൂർ പറഞ്ഞിരുന്നത്. ഇപ്പോൾ അബ്ദുൾ ഷുക്കൂർ CPM-ലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ്. ഷുക്കൂർ ഇപ്പോൾ റിപ്പോർട്ടർ ടിവിക്കൊപ്പം ചേരുകയാണ്. പാർട്ടിയായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും പറഞ്ഞ് അവസാനിപ്പിച്ചു എന്നാണ് മനസ്സിലാക്കേണ്ടത്. എന്താണ് പുതിയ തീരുമാനം? ചെറിയ തെറ്റിദ്ധാരണകളുടെ പുറത്തുണ്ടായ ചെറിയ വിഷയങ്ങളുണ്ടായിരുന്നു. ആ വിഷയങ്ങളുടെ മാനസികമായി ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. അതെല്ലാം അവസാനിപ്പിച്ച് വീണ്ടും തിരിച്ച് പാർട്ടിയിൽ സജീവത. പാർട്ടിയിൽ നിന്ന് പോയിട്ടില്ല, ഞാൻ ഇതുവരെ പാർട്ടിയിൽ നിന്ന് പോയിട്ടില്ല. പാർട്ടി എന്നെ പുറത്താക്കിയിട്ടുമില്ല, പാർട്ടിയിൽ നിന്ന് പോയിട്ടുമില്ല. പാർട്ടിയുടെ ഒപ്പം തന്നെയായിരുന്നു. കൗൺസിൽ മാറി നിൽക്കുകയായിരുന്നു. പ്രവർത്തനങ്ങളിൽ നിന്ന് മാറി നിന്നു. അതിൽ നിന്ന് വീണ്ടും പ്രവർത്തനങ്ങളിലേക്ക് പോയി. അപ്പോൾ എനിക്കുണ്ടായ വിഷമങ്ങളിൽ പ്രതിഷേധിച്ചുകൊണ്ട് കുറച്ച് പാർട്ടി സഹാക്കൾ പാർട്ടിയോട് ബന്ധം ഉപേക്ഷിക്കുന്നു പറഞ്ഞു. അവരെല്ലാവരും ഒന്നിച്ച് പാർട്ടിയിലേക്ക് തന്നെ തിരിച്ചു വന്നു. ചില ആൾക്കാർ പി കെ ശശിയുടെ DMF-ലേക്ക് ചേരുകയും DMF-ന്റെ നേതാക്കളാവുകയെല്ലാം ചെയ്തിരുന്നു. ഇപ്പോൾ അവരെല്ലാം CPM-ലേക്ക് തിരിച്ചെത്തി. എല്ലാവരും തിരിച്ചെത്തി. DMF-ലേക്ക് പോയ എല്ലാവരും തിരിച്ചെത്തി. ജില്ലാ നേതൃത്വം ചില തെറ്റുകൾ അവരുടെ ഭാഗത്തുനിന്ന് വന്നു, അത് തിരുത്തണമെന്നുള്ളതായിരുന്നു നേരത്തെ ആവശ്യപ്പെട്ടിരുന്നത്. അതിൽ തിരുത്തലുകൾ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ഉണ്ടായിട്ടുണ്ടോ, അതോ നിങ്ങൾക്കാണോ തെറ്റ് പറ്റിയത്? എന്താണ് മനസ്സിലാക്കുന്നത്? അല്ല, അങ്ങനെയല്ല. എല്ലാ തെറ്റുകളും തിരുത്തപ്പെട്ടിട്ടുണ്ട്. എല്ലാവരുടെയും എല്ലാ തെറ്റുകളും തിരുത്തപ്പെട്ടിട്ടുണ്ട്. ചില തെറ്റിദ്ധാരണകൾ നമുക്കുണ്ടായിരുന്നു. കൂടുതൽ ഞങ്ങൾക്കായിരുന്നു തെറ്റിദ്ധാരണ. പാർട്ടി സംഘടനാ രീതിയിലുള്ള ഒരു പ്രവർത്തനത്തിൽ നിന്ന് വ്യതിചലിച്ചു പോയത് ഞങ്ങളാണ്, പാർട്ടി നേതൃത്വമല്ല. അവിടെ എനിക്കുണ്ടായ പ്രശ്നങ്ങൾ പറഞ്ഞു തീർത്തു. പാർട്ടി സംഘടനാ തലത്തിൽ നിന്ന് തെറ്റുപറ്റിയ ഞങ്ങളത് തിരുത്താനും തയ്യാറായി. പി കെ ശശിയുമായി പല ഘട്ടത്തിലും ചർച്ച നടന്നിരുന്നു. പ്രത്യേകിച്ചും പി കെ ശശി നേരിട്ട് വന്ന് ചർച്ച നടത്തി, ഫോണിലൂടെ ചർച്ച നടത്തി. DMF-ലേക്ക് ഷുക്കൂർ പോകുന്നു എന്ന രീതിയിലുള്ള വിവരങ്ങളും നേരത്തെ പുറത്തു വന്നിരുന്നു. പക്ഷേ അത്തരത്തിലുള്ള നീക്കങ്ങളും നടന്നിട്ടില്ല. CPM-ൽ തന്നെ ഉറച്ചു നിൽക്കുകയായിരുന്നു എന്നാണ്. തീർച്ചയായിട്ടും ഞാൻ കൗൺസിലറായിരുന്നല്ലോ, നിങ്ങളൊക്കെ കാണുന്നതല്ലേ. കൗൺസിലറായിട്ട് CPM-ന്റെ കൗൺസിലറായിട്ട് തന്നെയാണ് ഇതുവരെ ഉണ്ടായിരുന്നത്. ചില അസാരസ്യങ്ങൾ കൊണ്ട് പാർട്ടി പ്രവർത്തനങ്ങളിൽ നിന്ന് പുറകോട്ട് പോയി എന്ന് മാത്രമേ ഉള്ളൂ, വേറെ ഒരു ഇതുണ്ടായില്ല. അതെല്ലാം മാറി ഇപ്പോൾ പൂർവാധികം നന്നായി പാർട്ടിയോട് സഹകരിച്ച് പ്രവർത്തിക്കാൻ വേണ്ടി തീരുമാനിച്ചു. ഏതായാലും അബ്ദുൾ ഷുക്കൂർ ഇനി വീണ്ടും CPM തന്നെയാണ്. താൻ CPM പാർട്ടിയിൽ നിന്ന് പുറത്തായിട്ടില്ല. CPM-ൽ നിന്ന് ചില കാര്യങ്ങൾ കൊണ്ട് മാറി നിൽക്കുകയായിരുന്നു. ചില തെറ്റിദ്ധാരണകളുടെ പുറത്തായിരുന്നു ആ മാറി നിൽക്കൽ വന്നത്. ഏതായാലും പ്രശ്നങ്ങൾ പരിഹരിച്ചിട്ടുണ്ട്, തെറ്റുകൾ തിരുത്തിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ അബ്ദുൾ ഷുക്കൂറിൻ്റെ പേരിനെ ചൊല്ലി CPM ബന്ധം ഉപേക്ഷിച്ച ആളുകളും CPM-ലേക്ക് തന്നെ വീണ്ടും തിരിച്ചെത്തിയിരിക്കുകയാണ്. ഇവരിൽ പി കെ ശശിയുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച DMF-ന്റെ പാലക്കാട് മണ്ഡലം സെക്രട്ടറി ആയിട്ടുള്ള മുഹമ്മദ് റാസിഖ്, അതുപോലെ തന്നെ മണ്ഡലം പ്രസിഡന്റായിരുന്ന സെലീന ബീവി എല്ലാം ഇപ്പോൾ DMF-ഉമായുള്ള എല്ലാ ബന്ധങ്ങളും ഉപേക്ഷിച്ച് ഇപ്പോൾ CPM-ലേക്ക് തന്നെ തിരിച്ചെത്തിയിരിക്കുകയാണ്. വീഡിയോ ജേർണലിസ്റ്റ് വിനൂസിക്കൊപ്പം റിപ്പോർട്ടർ ഇക്ബാൽ അർക്കൽ, റിപ്പോർട്ടർ പാലക്കാട്.